നമസ്കാരം. ചില സമസ്യകൾ അങ്ങനെയാണ്. എത്രമാത്രം ഗണിച്ചും ഹരിച്ചും നോക്കിയാലും ഉത്തരം കിട്ടില്ല. അതുപോലെ ഒന്നാണ് 2008 നവംബറിൽ രാജ്യത്ത് നടക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യുവായ ഹേമന്ത് കർക്കറെ എന്ന ധീരനായ IPS ഓഫീസറുടെ മരണത്തിലെ ദുരൂഹതകളും. ഭീകരാക്രമണം കഴിഞ്ഞ് വർഷങ്ങൾ 16 കഴിഞ്ഞു. അതിൽ പിടികൂടിയ ഏകപ്രതി അജ്മൽ കസബിനെ തൂക്കിക്കൊന്നു. കർക്കറയുടെ മരണത്തിൻ്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ചിരുന്ന ഭാര്യ കവിത കർക്കറയും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പക്ഷേ 2024 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഹേമന്ത് കർക്കറെ എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ ചർച്ചാ വിഷയമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ന്യൂസ് ഇൻ ഡെപ്തിൽ. ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് വിജയ് വതേട്ടിവാർ നടത്തിയ പ്രസ്താവനയാണ് മാധ്യമങ്ങൾ മറന്ന വിവാദത്തെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. മുംബൈ ഭീകരാക്രമണത്തിനിടെ പോലീസ് ഓഫീസർ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടത് ഭീകരൻ അജ്മൽ കസബിൻ്റെ വെടിയേറ്റ് അല്ല എന്നാണ് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് കൂടിയായ വടേത്തിവാർ പറയുന്നത്. കർക്കറെ കൊല്ലപ്പെട്ടത് RSSുമായി ബന്ധമുള്ള ഒരു പോലീസുകാരൻ്റെ വെടിയേറ്റാണെന്നായിരുന്നു വിജയ് വടേത്തിവാറിൻ്റെ ആരോപണം. ഇതിനെതിരെ സ്വാഭാവികമായും BJP രംഗത്തെത്തി. ആരോപണവും പ്രത്യാരോപണവുമായി രംഗം കൊഴുത്തു. ഇതിനിടെ വിജയ് വടേത്തിവാർ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂറും രംഗത്തെത്തി. വടേത്തിവാറിൻ്റെ ആരോപണം ഗൗരവതരമാണെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും തരൂർ പറഞ്ഞു. വളരെ ഗൗരവതരമാണ് ഈ വിഷയം. വടേത്തിവാർ ഉന്നയിച്ച ആരോപണം ഏറെക്കാലമായി പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നതാണ്. അജ്മൽ കസബിൻ്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകളല്ല കർക്കറയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തതെന്നും അതൊരു പോലീസ് റിവോൾവറിൽ നിന്നുള്ളതാണെന്നും മുൻ IG SM മുഷ്രിഫ തൻ്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ മുംബൈ നോർത്ത് സെൻട്രൽ സ്ഥാനാർത്ഥിയും അഭിഭാഷകനുമായ ഉജ്വൽ നിഗത്തിനെതിരായ ആരോപണത്തിലും തരൂർ വിജയ് വടേത്തിവാറിൻ്റെ ആരോപണത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ ഭീകരൻ അജ്മൽ കസബിന് ജയിലിൽ ബിരിയാണി നൽകിയിരുന്നുവെന്ന ഉജ്വൽ നിഗത്തിൻ്റെ ആരോപണം നീതീകരിക്കാനാകാത്ത ഇത്തരം ആരോപണങ്ങൾ ഉജ്വൽ നിഗത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെ തെളിവാണെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇതോടെ BJPയും അതിശക്തമായി തിരിച്ചടിച്ചു. കർക്കറയുടെ വിധത്തിലുള്ള പങ്ക് പാകിസ്ഥാൻ നിഷേധിച്ചിട്ടില്ല എന്നും വടേത്തിവാർ രാഷ്ട്രീയം കളിക്കുകയായിരുന്നുവെന്നുമാണ് ഉജ്വൽ നിഗം അടക്കമുള്ളവർ ആരോപിച്ചത്. ഫലത്തിൽ ഇതും BJPക്ക് വീണ് കിട്ടിയ വടിയായി. മുംബൈ ഭീകരാക്രമണം വീണ്ടും ചർച്ചയായതോടെ തീവ്ര ദേശീയത ആളിക്കത്തിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലായി സംഘപരിവാർ ക്യാമ്പ്. എന്തായാലും മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ വിഷയമായി ഹേമന്ത് കർക്കറെ മാറിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഒരു ഇടത്തരം ബ്രാഹ്മണ കുടുംബത്തിലാണ് കർക്കറയുടെ ജനനം. ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു. വാർധയിലെ ചിത്തരഞ്ജൻ ദാസ് മുനിസിപ്പൽ പ്രൈമറി സ്കൂളിൽ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കർക്കറെ നാഗ്പൂരിലെ ന്യൂ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്ന് മിഡിൽ സ്കൂളും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും നേടി. 1975 നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കരസ്ഥമാക്കി. ബിരുദാനന്തരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിലും പിന്നീട് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിലും ജോലി ചെയ്തു. തുടർന്നാണ് അദ്ദേഹം IPSന് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും നല്ല ശമ്പളമുള്ള ജോലികൾ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ പലയിടത്തു നിന്നും അദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം IPSന് ശ്രമിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിതയാണ് ഇത്തരത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. 1982 ബാച്ചിലെ IPS ഓഫീസറായാണ് ഹേമന്ത് കർക്കറയുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. 2008 ജനുവരിയിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ATS മേധാവിയാകുന്നതിന് മുൻപ് അദ്ദേഹം മുംബൈയിലെ ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു. അതിനു മുൻപ് റോയുടെ ഏജന്റായി 7 വർഷത്തോളം ഓസ്ട്രിയയിൽ സേവനവും അനുഷ്ഠിച്ചു. ഇങ്ങനെ അതികഠിനമായ പരിശീലനവും അനുഭവവും ഉള്ള പോലീസ് ഓഫീസറായിരുന്നു ഹേമന്ത്. മുംബൈ പോലീസിലെ മുതിർന്ന മുൻ ഓഫീസർ YC പവാറിൻ്റെ അഭിപ്രായത്തിൽ പോലീസ് വൃന്ദങ്ങളിൽ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് കർക്കറെ അറിയപ്പെട്ടിരുന്നത്. അഴിമതിയുടെ ഒരു ചെറിയ ആരോപണം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരത ആദ്യമായി പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഹേമന്ത് കർക്കറെ.
മഹാരാഷ്ട്രയിലെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്നു അദ്ദേഹം. 2008 സെപ്റ്റംബർ 20 ഗുജറാത്തിലെ മൊദാസയിലും മഹാരാഷ്ട്രയിലെ മലേഗാവിലും ഉണ്ടായ ബോംബ് സ്ഫോടന പരമ്പരയിൽ 8 ആളുകൾ മരണപ്പെടുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പൊട്ടാത്ത നിരവധി ബോംബുകൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. സംസ്ഥാന ഭീകരവിരുദ്ധ സേനയുടെ തലവൻ എന്ന നിലയിൽ ഹേമന്ത് കർക്കറെയാണ് മലേഗാവ് സ്ഫോടന പരമ്പരയുടെ അന്വേഷണത്തെ നയിച്ചത്. ഹിന്ദുത്വ തീവ്രവാദികളാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന ശക്തമായ ആരോപണം പോലും ഉണ്ടായി. 2008 ഒക്ടോബറിൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ സംഘപരിവാറുമായി ബന്ധമുള്ള 11 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറും സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന മേജർ രമേശ് ഉപാധ്യായയും ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ മറവിലായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെയും. ഹിന്ദുത്വ ശക്തികൾക്ക് സൈന്യത്തിലുള്ള ബന്ധവും അതോടെ പുറത്തു വന്നു. മലേഗാവിൽ മുമ്പ് ഏത് സ്ഫോടനം നടന്നാലും അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സംഘടനകളുടെ പേരിൽ ചുമത്തുകയായിരുന്നു പതിവ്. എന്നാൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെയോ സംഘടനയെയോ ലക്ഷ്യമാക്കിയല്ല താൻ കേസ് അന്വേഷിക്കുന്നതെന്ന കർക്കറെ വ്യക്തമാക്കിയിരുന്നു. സൈനികരുടെ മനോവീര്യം തകർക്കുകയാണ് ഹേമന്ത് കർക്കറെ ചെയ്തെന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് ഈ അറസ്റ്റെന്നും BJPയും ശിവസേനയും മറ്റു ചില ഹിന്ദുത്വ സംഘടനകളും ആരോപിച്ചു. പിന്നീട് ഈ കേസ് തേഞ്ഞു മാഞ്ഞുപോയി. കേസ് SIT അന്വേഷിച്ചതോടെ ഹിന്ദുത്വവാദം ആവിയായി. ആരോപിതരെ കോടതി കുറ്റവിമുക്തരാക്കി. 2008 നവംബർ 26 മുംബൈ ഒരിക്കലും മറക്കാത്ത ദിനമാണ്. അന്നാണ് കറാച്ചിയിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ നഗരത്തിലെത്തിയ 10 പാകിസ്ഥാൻ ഭീകരർ അതിവേഗം ഈ നഗരത്തെ ആക്രമിച്ചത്. ധീരനായ കർക്കറെ ഈ വാർത്ത കേട്ടതോടെ സട്ടകുടഞ്ഞ് എഴുന്നേറ്റു. ഇത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ദാദറിലെ തന്റെ വസതിയിൽ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഛത്രപതി ശിവജി ടെർമിനലിൽ ഭീകരാക്രമണം നടക്കുന്നതായുള്ള ഒരു ഫോൺ കോൾ ഹേമന്തിന് വരുന്നു. ഉടനെ ടെലിവിഷൻ ഓൺ ചെയ്ത വാർത്ത ശ്രദ്ധിച്ച അദ്ദേഹം തന്റെ ഡ്രൈവറെയും അംഗരക്ഷകരെയും കൂട്ടി CSTയിലേക്ക് പുറപ്പെട്ടു. അവിടുന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമറ്റും ധരിച്ച് 1ാം പ്ലാറ്റ്ഫോമിലേക്ക് കുതിച്ചു. ഇത് ടെലിവിഷനിൽ ലൈവായി കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വിജനമായിരുന്നു. ഭീകരർ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനടുത്തുള്ള കാമ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് നീങ്ങിയതായുള്ള വിവരമാണ് പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച അഡീഷണൽ കമ്മീഷണർ അശോക് കാംതെ, മുതിർന്ന ഇൻസ്പെക്ടർ വിജയ് സലാസ്കർ എന്നിവരുമായി കർക്കറെ സംസാരിച്ചു. ഭീകരരുമായുള്ള ഈ ഏറ്റുമുട്ടൽ ദുഷ്കരമായതാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. കാരണം ഭീകരരുടെ കയ്യിൽ അത്യാധുനിക യന്ത്ര തോക്കുകളും ഗ്രനേഡുകളും ഉണ്ട് എന്നത് മാത്രമല്ല, അവർ നല്ല പരിശീലനം സിദ്ധിച്ചവരുമാണ്. ഈ 3 ഓഫീസർമാരും ഏതാനും കോൺസ്റ്റബിൾമാരും കൂടി കാമ ഹോസ്പിറ്റലിന്റെ പിന്നിലൂടെ പോയി. കാംതെ ഭീകരർക്ക് നേരെ വെടിയുതിർത്തു. ഭീകരർ ഗ്രനേഡ് കൊണ്ടാണ് തിരിച്ചടിച്ചത്. കാമ ഹോസ്പിറ്റലിന് പിന്നിൽ നിന്ന് പ്രത്യാക്രമണം നടത്തുന്നതിന് പകരം മുൻഭാഗത്ത് കൂടി നീങ്ങുന്നതായിരിക്കും നല്ലതെന്ന് കാംതെ അഭിപ്രായപ്പെട്ടു. അതുപ്രകാരം കുറച്ച് കോൺസ്റ്റബിൾമാർ പിൻവശത്ത് തന്നെ നിലയുറപ്പിക്കുകയും ബാക്കിയുള്ളവർ അഡീഷണൽ പോലീസ് കമ്മീഷണറുടെ ക്വാളിസ് ജീപ്പിൽ കാമയുടെ മുൻവശത്തുള്ള പ്രവേശന കവാടത്തിലേക്ക് പോവുകയും ചെയ്തു. പോകുന്നതിനിടയിൽ ഡ്രൈവറോട് തന്നെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കണമെന്ന് സലാസ്കർ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഭീകരർ ഒരു ചുവന്ന കാറിന് പുറകിൽ പതിയിരുന്ന് ആക്രമണം തുടങ്ങിയതായി ഒരു വയർലെസ് സന്ദേശത്തിലൂടെ ഇവർക്ക് വിവരം ലഭിച്ചു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തിരിഞ്ഞ കോർപ്പറേഷൻ ബാങ്ക് ATMന് അടുത്തുള്ള രംഗ് ഭവനിലേക്ക് ചുവന്ന കാറിനെ അന്വേഷിച്ച് നീങ്ങുന്നതിനിടയിൽ ഭീകരർ ഓടുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. കാംതയും സലാസ്കറും ഭീകരർക്ക് നേരെ നിറയൊഴിച്ചു. കൈക്ക് വെടിയേറ്റ ഭീകരന്റെ AK-47 തോക്ക് താഴെ വീണു. മുംബൈ ഭീകരാക്രമണത്തിൽ ജീവനോടെ പിടികൂടിയ ഏക ഭീകരനായ അജ്മൽ കസബായിരുന്നു അയാൾ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മുതിരുമ്പോഴേക്കും മറ്റൊരു ഭീകരനായ ഇബ്രാഹിം ഖാൻ ഇവർക്കെതിരെ തുരുതുര വെടിയുതിർത്തു. അസിസ്റ്റന്റ് പോലീസ് ജാദവ് ഒഴികെ മറ്റ് 3 പേരും മരണമടഞ്ഞു. ഹേമന്ത് കർക്കറെ, അശോക് കാംതെ, വിജയ് സലാസ്കർ എന്നിവരും മറ്റ് ചില പോലീസ് കോൺസ്റ്റബിൾമാരും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വിളിപ്പാടകലെ സെന്റ് സേവിയേഴ്സ് കോളേജിൻ്റെയും രംഗ് ഭവന്റെയും ഇടയിലുള്ള ഇടുങ്ങിയ വഴിയിൽ ഭീകരരുമായി ധീരമായി പൊരുതി ജീവൻ വെടിഞ്ഞു. ഏറ്റുമുട്ടൽ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന വിജയ് സലാസ്കർ അടക്കമുള്ളവർ മുംബൈ പോലീസിന്റെ നട്ടെല്ലായിരുന്നു. ഒരൊറ്റ ദിനം കൊണ്ടാണ് ആ ത്രിമൂർത്തികൾ ഇല്ലാതായത്. ഹേമന്തിന് ഏറ്റ വെടി എവിടെ നിന്നാണ് വന്നതെന്ന് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായില്ല. മഹാരാഷ്ട്രയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന മുൻ IG SM മുഷ്രിഫ് എഴുതിയ പുസ്തകം
ഹൂ കിൽഡ് കാർക്കറെ ദ റിയൽ ഫേസ് ഓഫ് ടെററിസം ഇൻ ഇന്ത്യ വലിയ വിവാദമാവുകയും ചെയ്തു. ഹിന്ദുത്വ ഭീകരവാദികൾക്കെതിരായ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് നടത്തിയ ഗൂഢാലോചനയാണ് കർക്കറയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പുസ്തകം ആരോപിക്കുന്നത്. നേരത്തെ നാഗ്പൂരിലെ ദാവന്തെ നാഷണൽ കോളേജിലെ ചടങ്ങിൽ സംസാരിക്കുമ്പോഴും വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വെളിപ്പെടുത്തൽ മുഷറഫ് നടത്തിയിരുന്നു. കർക്കറെ ബുള്ളറ്റ് പ്രൂഫ് ധരിക്കുന്നത് ടെലിവിഷൻ ചാനലിലൂടെ ലോകം കണ്ടതാണ്. എന്നാൽ മരണത്തിന് ശേഷം അത് എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കർക്കറയുടെ ഭാര്യ കവിത നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് അത് പോലീസ് കണ്ടെത്തിയതായി അറിയുന്നത്. കണ്ടുകിട്ടിയ ബുള്ളറ്റ് പ്രൂഫ് കാലഹരണപ്പെട്ടതായിരുന്നു. സാധാരണ ബുള്ളറ്റ് പ്രൂഫ് കഴുത്ത് മുതൽ അരക്കെട്ട് വരെ മൂടുന്നതാണ്. എന്നാൽ കർക്കറയുടെ ബുള്ളറ്റ് പ്രൂഫ് കുപ്പായം നെഞ്ചിന് മാത്രമേ പ്രതിരോധം തീർത്തിട്ടുള്ളൂ. എങ്ങനെയാണ് കർക്കറയെ പോലെ അതീവ ശ്രദ്ധാലുവായ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒന്ന് ധരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ബുള്ളറ്റ് പ്രൂഫ് കാണാതായതും വിവാദമായി. ആശുപത്രി ജീവനക്കാരൻ താൻ ബുള്ളറ്റ് പ്രൂഫ് കുപ്പയിൽ നിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ കോടതിയിൽ ഇത് നിഷേധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കവിത സംഘടിപ്പിച്ചത് വിവരാവകാശ നിയമം അനുസരിച്ചാണ്. ആ റിപ്പോർട്ട് പ്രകാരം കഴുത്തിനും ചുമലിനുമിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. മൊത്തം 5 മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. ഇത്രയും കൃത്യമായി അവിടെയാണ് വെടിവെക്കേണ്ടതെന്ന് ആർക്കാണ് അറിയാൻ കഴിയുന്നത് എന്ന കവിതയുടെ ചോദ്യം പ്രസക്തമായിരുന്നു. ശരീരത്തിൽ നിന്ന് ലഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്ന 2 വെടിയുണ്ടകൾക്ക് എന്ത് പറ്റിയെന്നറിയാനും കവിത ശ്രമിച്ചിരുന്നു. ഒരു പോലീസ് റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് പറയുന്നില്ല. കൊല്ലപ്പെട്ട ACP അശോക് കാംതയുടെ ഭാര്യ വിനീത കാംതയും കവിതയ്ക്കൊപ്പം ശക്തമായ നിയമ പോരാട്ടങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ആരാണ് തൻ്റെ ഭർത്താവിനെ കാമ ആശുപത്രിയിലേക്ക് പോകാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ എന്നതറിയാൻ വിനീത വിവരാവകാശ നിയമത്തെ ആശ്രയിക്കുകയായിരുന്നു. കൂടാതെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ആക്രമണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുമായി ആശയവിനിമയവും നടത്തുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അതോടെ അവർക്ക് ഉറപ്പായി. കൺട്രോൾ റൂമിന്റെ ചുമതലയുണ്ടായിരുന്ന രാകേഷ് മരിയയാണ് സംഭവ സ്ഥലത്തേക്ക് പോകുന്നതിന് നിർദ്ദേശം നൽകിയതെന്നാണ് വനിത ടു ദ ലാസ്റ്റ് ബുള്ളറ്റ് എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അതിന് തൊട്ടു മുൻപ് മുംബൈ പോലീസ് കമ്മീഷണർ കാംതയോട് ഭീകരവാദികൾ കടുത്ത ആക്രമണം നടത്തിയ ട്രഡൻ ഹോട്ടലിലേക്ക് ചെല്ലാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് പെട്ടെന്ന് നിർദ്ദേശം മാറിയതെന്നാണ് വിനീത അന്വേഷിക്കുന്നത്. കാംതയെ വെടിവെച്ചത് ഇസ്മയിൽ എന്ന ഭീകരനാണെന്നാണ് മുംബൈ കേസിൽ വിധി പറഞ്ഞ കോടതി കണ്ടെത്തിയത്. എന്നാൽ കാർക്കറയെ കൊന്നത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കോടതി പറഞ്ഞു. 3 പ്രധാന ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഹോട്ടൽ ട്രഡന്റിലേക്കോ മറ്റോ പോകാതെ കാമ ആശുപത്രിയിലേക്ക് പോയി? ആരാണ് ആ നിർദ്ദേശം നൽകിയത്? സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ 3 പ്രധാന ഉദ്യോഗസ്ഥന്മാർ ഒരു വണ്ടിയിൽ സഞ്ചരിച്ചു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അടുത്തു നിന്നാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തതെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. സംഭവത്തിലെ ഏക ദൃക്സാക്ഷി പോലീസുകാരനായ അരുൺ ജാദവാണ്. വെടിയേറ്റ് പരിക്ക് പറ്റിയ ജാദവിനെ കോടതി രൂക്ഷമായി ശാസിച്ചു. പലതവണ തന്റെ മൊഴിയിൽ അരുൺ ജാദവ് മാറ്റം വരുത്തിയതിനെയാണ് കോടതി വിമർശിച്ചത്. കർക്കറയെ അതുവരെ പരസ്യമായി വിമർശിച്ച ഹിന്ദുത്വവാദികൾ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ വാഴ്ത്തി. എന്നാൽ നരേന്ദ്രമോദി അടക്കമുള്ള സംഘപരിവാർ നേതാക്കളുടെ ഈ മാറ്റം അംഗീകരിക്കാൻ ഭാര്യ കവിത കർക്കറെ തയ്യാറായിരുന്നില്ല. നഷ്ടപരിഹാരമായി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 1 കോടി രൂപ അവർ വേണ്ടാന്ന് വെച്ചു. തന്നെ കാണാൻ ശ്രമിച്ച മോദിയെ കാണാൻ പോലും അവർ കൂട്ടാക്കിയില്ല. അതേസമയം മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നഷ്ടപരിഹാര തുക കവിത സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ 2012 ജൂൺ 4 മുംബൈയിൽ നടന്ന പരിപാടിയിൽ കവിത കർക്കറെ നരേന്ദ്രമോദിയിൽ നിന്ന് മൊമെന്റോ സ്വീകരിച്ചത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. 2009 ജനുവരി 26 ഭാരത സർക്കാർ അശോക് ചക്ര നൽകി കർക്കറയെ മരണാനന്തരം ആദരിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ചത് കവിത കർക്കറെയാണ്. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് തനിക്ക് സംഭവിച്ച അനാഥത്വത്തിന് കാരണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ മരണം ഉയർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അവർ ആരെയും അനുവദിച്ചില്ല. കൊല്ലപ്പെടും മുൻപ് കർക്കറെ തന്നെ വിളിച്ചിരുന്നുവെന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പറഞ്ഞതായുള്ള കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവനയെ കവിത തള്ളിക്കളയുകയായിരുന്നു. ഭർത്താവിൻ്റെ മരണമുണ്ടാക്കിയ സഹതാപ തരംഗം മുതലാക്കി രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള നിർദ്ദേശങ്ങളും കവിത അംഗീകരിച്ചിരുന്നില്ല. പിടിക്കപ്പെട്ട അജ്മൽ കസബിന് വധശിക്ഷ നൽകണമെന്ന് പരസ്യമായി നിലപാട് അവർ എടുത്തു.
ഭീകരവാദികളുടെ ഭീഷണി പോലും വകവയ്ക്കാതെയാണ് കസബിന്റെ വധശിക്ഷയ്ക്കായി കവിത വാദിച്ചത്. പക്ഷേ 2015 57-ാമത്തെ വയസ്സിൽ കവിതയെയും മരണം കീഴടക്കി. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് അന്തിശ്വാസം വലിച്ചപ്പോഴും അവർ 3 പേർക്ക് പുതുജീവൻ നൽകി. അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മക്കൾ മുൻകൈ എടുത്തു. കവിതയുടെ വൃക്കകളും കരളുമാണ് ചികിത്സയിലുള്ള 3 പേർക്ക് ദാനം ചെയ്തത്. ഇതിനു പുറമെ ഐ ബാങ്കിന് 2 കണ്ണുകളും ദാനം ചെയ്ത 2 പേർക്ക് കാഴ്ചയും നൽകി കവിത. കവിത മരിച്ചിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഭർത്താവിന് നീതി തേടിക്കൊണ്ട് ഭാര്യ ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്നും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിൽ ഹേമന്ത് കർക്കറെ സജീവമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു.